അച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വികാരമാണ്. ഞങ്ങളുടെ സന്തോഷത്തിനായും ജീവിക്കുകയും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കായും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. അച്ഛനോട് എപ്പോഴും എന്തും തുറന്നു പറയാനുള്ളൊരു ധൈര്യം അച്ഛൻ തന്നെ ഞങ്ങൾക്കിടയിൽ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷമായാലും സങ്കടമായാലും ആദ്യം പറയാൻ തോന്നുക അച്ഛനോടാണ്. അച്ഛന് ഇഷ്ടമില്ലാത്ത പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങളുടെ സന്തോഷം കണ്ടാൽ അതെല്ലാം അച്ഛൻ്റെ സന്തോഷമായി മാറും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അച്ഛൻ നോ പറയാറില്ല. ആ നോ പറയാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇന്നും പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അച്ഛൻ്റെ ആ വാക്കുകളാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ജീവിതം ഒരു ലോങ് ജേണിയാണ് അല്ലേ? ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യവും ഞങ്ങൾ അനുഭവിച്ച് അതിലെ ശരിയും തെറ്റും സ്വയം മനസ്സിലാക്കണം എന്ന വിശ്വാസമാണ് അച്ഛൻ. അത് ചെയ്യണ്ട, ഇവിടെ പോകരുത്, അത് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ല. പിന്നെ അച്ഛൻ പറയാറ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് സ്വയം തിരിച്ചറിയാൻ പഠിക്കണം. എല്ലാ കാര്യങ്ങളും ആരെങ്കിലും കൈ പിടിച്ച് കാണിച്ചു തരണം എന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കാലം വന്നാലും സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനും ജീവിതത്തെ നേരിടാനും നിങ്ങൾക്ക് കഴിയണം എന്നായിരുന്നു. ആ വാക്കുകൾ അന്നൊരു ഉപദേശമായി തോന്നിയെങ്കിലും ഇന്ന് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി തോന്നുന്നത്. ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറയാമെങ്കിൽ അത് ഞങ്ങളുടെ അച്ഛനാണ്.